ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ മീഡിയയിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുകയും ഈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ചില വേദഭാഗങ്ങൾ 17 വരെയുള്ള വേദഭാഗങ്ങളാണ്. നാം വേഗത്തിൽ ചിന്തിക്കുവാൻ ഒരു വേദഭാഗം മാത്രം, ഒരു ഭാഗം മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ 17-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നീങ്ങിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിൽ ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ കോപ ദിവസം വന്നു, ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാനൊരു സബ്ജക്റ്റ് ചിന്തിക്കുവാൻ ചുരുങ്ങിയ സമയത്തുള്ളിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാടിൻ്റെ കോപ ദിവസം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന് കുഞ്ഞാടായിട്ടും അതുപോലെ ആടുകളുടെ ഇടയനായിട്ടും ശ്രേഷ്ഠ ഇടയനൊക്കെ ആയിട്ട് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എളിയ സമയത്തിന് ശുശ്രൂഷയായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ ദർശനമാണ് അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവസഭയെക്കുറിച്ച് യോഹന്നാനുണ്ടായ ദർശനമാണ് 2-3 അധ്യായങ്ങൾ. 4-5 അധ്യായങ്ങൾ സഭ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെയാണ്. 4-5 അധ്യായങ്ങൾ. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹോദ്രവം ഭൂമിയിലും ആകാശത്തിലും നടക്കുന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മഹോദ്രവം ഭൂമിമേലും ആകാശത്തിലും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് നാം വായിച്ച വേദഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിൻ്റെ കോപ ദിവസത്തെക്കുറിച്ച് വളരെ ശക്തമായി ദൈവത്തിന് സ്തോത്രം ദൈവവചനത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. യഹോവയുടെ കോപ ദിവസമെന്നും നമ്മുടെ കർത്താവിൻ്റെ കോപ ദിവസമെന്നും എന്നൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്തിൽ എത്രയും വേഗം സംഭവിപ്പാൻ പോകുന്ന അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവാണ്. തുടർന്ന് ഈ ലോകത്തിൽ നടക്കുവാനിരിക്കുന്ന മഹോദ്രവ നാളുകളാണെന്ന് നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കുഞ്ഞാടിൻ്റെ കോപ ദിവസം എന്ന് വെളിപ്പാടുകാരനായി യോഹന്നാൻ പ്രസ്താവിക്കുന്നത് കുഞ്ഞാടിൻ്റെ കോപത്തിൻ്റെ നാളുകളിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് നാം ഒന്ന് വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു? ഇങ്ങനെ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ തന്നെ തുടർന്ന് പോകുമോ എന്നൊക്കെ നാം ദൈവവചനം പഠിക്കുമ്പോൾ ധാരാളം വേദഭാഗത്തിൽ അങ്ങനെയല്ല, അതിന് മാറ്റം വരുമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ആകാശത്തിലും ഭൂമിയിലും കരയിലും കടലിലും ജാതികളുടെയും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും
ദൈവത്തിന് സ്തോത്രം. ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കുമെന്ന തിരുവചനം ഞാൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹഗായി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും കുറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ, ആകാശം, ഭൂമി, അതുപോലെ തന്നെ കര, കടൽ, ഇതിനെല്ലാം ദൈവം ഇളക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിക്ക് അധികകാലം നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം തന്നെ വെളിപ്പെടുത്തുന്ന സത്യങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതെ, യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശം തരാത്ത ഒരു കാലത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല എന്ന് തിരുവചനം നമ്മളെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ജ്യോതിഷുകളൊക്കെയും കറുപ്പുടിപ്പിക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പുടിപ്പിക്കും, ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല, ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിഷുകളൊക്കെയും ഞാൻ നിന്റെ ഹല്ലേലൂയ നിമിത്തം കറുപ്പുടിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കറുപ്പുടിപ്പിക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമായി. യഹോവയുടെ കോപ ദിവസം ഹല്ലേലൂയ ഭൂമിക്കും ആകാശത്തിനും ഒരു വലിയ ബാധ തട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ വലിയൊരു സന്ദർശനം വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനിവിടെ ചിന്തിച്ചത് കുഞ്ഞാടിൻ്റെ കോപ ദിവസത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കുഞ്ഞാടിൻ്റെ കോപ ദിവസത്തിൽ സംഭവിക്കുന്നത് ആകാശത്തിലും ഭൂമിയിലും നക്ഷത്രങ്ങളിലും സൂര്യചന്ദ്രന്മാരിലും ഒക്കെ ആ ബാധ തട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ആ ദൈവ സൃഷ്ടിയായ മനോഹരമായ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ ഹല്ലേലൂയ വരുവാനിരിക്കുന്ന കാലത്ത്, പ്രവചന കാലത്ത് സംഭവിക്കുവാനിരിക്കുന്ന ആ സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നത് വരുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു സാക്ഷാൽ രൂപമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും, അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളി ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടി പൊഴിഞ്ഞു പോകുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ആകാശത്തിൽ ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ കോപ ദിവസത്തിന് അതിനൊന്നും നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയുടെ കോപ ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ കോപ ദിവസം സംഭവിക്കുമ്പോൾ, ആ കോപത്തിന് മുമ്പിൽ ഇതിനൊന്നും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ദൈവമക്കൾ തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ ലളിതമായ സന്ദേശത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കോപ ദിവസം വരുവാൻ പോകുന്നു. നമുക്കറിയാം, സഭ അന്ന് ഭൂമിയിലില്ല, സഭ മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടിയാണ്. ഭീകരമായൊരു ഭരണമാണ് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അതിൻ്റെ ലക്ഷ്യങ്ങളാണ് നമുക്ക് മുഴുവൻ കാണാൻ കഴിയുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് ഹല്ലേലൂയ സമാധാനമില്ല, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതൊക്കെ മാനവരാശിയെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഹല്ലേലൂയ വരവിനെ കാതോർത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ പ്രത്യാശയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ എങ്ങനെയാണ് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ആ വരവിൽ ഹല്ലേലൂയ പ്രത്യാശയോടെ ജീവിച്ച് നിത്യതയെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.